ഇതുവരെ ഡ്രസ് മാറിയില്ലേ? Just you listen. I'll have all your jobs. ഒന്ന് വരൂന്നേ. പുള്ളിക്കാരൻ ബാത്റൂമിലേക്ക് പോയി. എന്ത് എന്താ ഈ കാണിച്ചത്? കളമാക്കിയില്ലേ? ഒരുത്തനെ പിടിച്ച് അകത്തിട്ട് പൂട്ടി. തലയിൽ വല്ലതും ഉണ്ടാ? അനാവശ്യം പറയരുത്, സസ്പെൻഷനിലായിരിക്കും. പക്ഷെ CI ആണ്. ഇതൊക്കെ എന്റെ ഈ തലേന്ന് വരൂ. തലയിൽ ഇരുന്ന വിഗ് എവിടെ ചോദിച്ചേ? അവിടെ പോയി, അവിടെ പോയി, അവനും പോയി. മറ്റവൻ എങ്ങോട്ടാ ഓടിയത്? ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റില്ല സാർ. കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ മഹാദേവൻ. നിങ്ങളെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നിങ്ങളൊരു മരമണ്ണനാണെന്നല്ലേ ഡിപ്പാർട്ട്മെന്റ് പറയുന്നു. അതൊക്കെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്ന കിംവദന്തികളല്ലേ സാറേ? ഇനിയെങ്കിലും ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചെടുക്കണം സാർ. തീർച്ചയായും. ധൃതി പിടിക്കണ്ട, സമയമായിട്ടില്ല. ദാസപ്പ പട്ടിലേക്ക് ഇട്ട് കൊല്ലു സാർ. ആ കടലാസപ്പള്ളി വിവരം അറിയിച്ചില്ലേ? ആ എളുപ്പം കേട്ടോ. ഇവിടെ ക്രിമിനൽസിനെ പിടിക്കാനായിട്ട് പോലീസുകാരുണ്ട്, അല്ലാണ്ട് നാട്ടുകാരല്ല. ആരാ പറഞ്ഞു ക്രിമിനലാന്ന്? എന്തൊരു തെളിവുകള്? ഇവനെ അടിച്ച ഷേപ്പ് മാറ്റി ഞാൻ നിന്ന് വാദം എടുക്കാൻ എടുത്തിട്ട് പോണോ? കൊണ്ടു പോടാ, കൊണ്ടു പോടോ. ഞാൻ വരട്ടെ സാർ. റിപ്പോർട്ട് ചെയ്യരുത്. ഒരു ധൈര്യത്തിന് ഞാനും പറഞ്ഞോ? അറിയിക്കാം. അറിയിക്കണേ. അപ്പൊ ഞാൻ ഏതായാലും വീട്ടിലോട്ട് ചെല്ലട്ടെ. ശരി സാർ. മിനിസ്റ്റർ എന്നെ വിളിക്കും. ഈ ഒടുക്കത്തെ മുണ്ടും പാവാടയും ആ കിളവൻ എണീറ്റുണ്ടാവും. വിളക്കുമ്പോ കുളിക്കാൻ പോകുന്ന വഴിയിൽ നിന്നവനെ കൊച്ചു കിളിച്ചുണ്ടമ്മാമ്പഴം കടിച്ചും കൊണ്ടെന്നോട് കിന്നാരം പറഞ്ഞവനെ, എന്നോട് കിന്നാരം പറഞ്ഞവനെ. എന്താ ജമീലെ, ചായ ആയില്ലേ? ഇപ്പൊ തരാം. കൃത്യം 6 മണിക്ക് എനിക്ക് ചായ വേണം. 7 മണിക്ക് കുളിക്കാൻ ചൂടുവെള്ളം കിട്ടിയിരിക്കണം. 8:30 ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കും. ഞാൻ സ്ട്രിക്റ്റാ പറഞ്ഞേക്കാം. 6 മണിയായില്ലേ? ചായ കൊണ്ടുവാ. വേണം നിലാട വേണം ഒഞ്ചോറുപ്പനം കിളിക്കേ ഇക്കാട് പുരുളി ഉമ്മാടെ ചായ. എന്താ ജമീലെ, വള എങ്ങനെ പൊട്ടി? വള നേരത്തെ പൊട്ടിയതാ, ഞാൻ പോട്ടെ. ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് എടുക്കൊന്നും വേണ്ട. ലക്ഷ്മി എഴുന്നേറ്റോ? ചേച്ചി കുളിക്കാൻ പോയി. നാരായണനോ? നാരായണൻ പശുവിനെ കുളിപ്പിക്ക. ജമീലെ, കാശിന് ആവശ്യം വല്ലതുണ്ടെങ്കിലേ എന്നോട് ചോദിക്കാൻ മടിക്കരുത്. ഞാൻ പോട്ടെ. പിന്നെ ജമീലെ, എന്റെ മുറിയിലെ തലയണക്കടിയിലെ സിഗരറ്റ് ഇരിപ്പുണ്ട്, ഇങ്ങെടുത്തോണ്ട് വാ. സിഗരറ്റ് അധികം വലിക്കുന്നത് ശരീരത്തിന് കേടാ.
എടാ നിന്റെ പരിപ്പൊന്നും ഇവിടെ വേഗത്തില്ലടാ പുന്നാര മോനെ വെച്ചിട്ട് പോടാ. ആരാ വിളിച്ചത്? അതാ തെണ്ടി തന്നെ. തെണ്ടിയോ? എന്റെ മോളെ ഒരുത്തനെ ഞാൻ കെട്ടിച്ചു കൊടുത്തില്ലേ, ആ ഇടിയറ്റ് തന്നെ. അവനെ ഞാൻ ഈ വീട്ടിൽ കെട്ടത്തില്ല, ഈ വീട്ടിൽ നിന്നല്ല ഈ പറമ്പിൽ കെട്ടത്തില്ല. അവന്റെ ഒരു ടെലിഫോൺ വിളിയേ, എന്റെ പൊന്ന് ജമീലേ, അവനെന്റെ ലക്ഷ്മി മോളെ മയക്കിവിടെ കയറാൻ നോക്കുക. അവനെ ഞാൻ ഈ നാട്ടിൽ നിന്ന് കെട്ടിക്കും. എന്റെ ജമീൽ നോക്കിക്കോ. ആരെയാ ഓടിക്കാൻ പോണെന്ന് താൻ കണ്ടോടോ? ശല്യം കൂടുതലാണെങ്കിൽ ഓടിക്കാൻ ഒരു വഴിയുണ്ട്. എന്തു വഴി? കൂടാത്രത്തിൽ വിശ്വാസമുണ്ടോ? ഉണ്ട്. എന്തിനും തയ്യാർ. ഇവിടെ അയ്യപ്പൻകാവിന്റെ അടുത്ത് നല്ലൊരു കർമ്മിയുണ്ട്. ഞാൻ അഡ്രസ് തരാം, ഒന്ന് പോയി കണ്ടാ മതി. എന്ത് വേണമെങ്കിലും ചെയ്യാം. അവനെ ഈ നാട്ടിൽ നിന്ന് എനിക്ക് ഓടിക്കണം എന്റെ ജമീലേ. അങ്ങനെയല്ലേ ഞാൻ എന്റെ കെട്ടിയവനെ ഓടിച്ചത്. അപ്പൊ ജമീലയുടെ കെട്ടിയവൻ സ്ഥലത്തില്ലേ? അതുകൊണ്ടല്ലേ എനിക്കിവിടെ വരാൻ പറ്റിയതും സാറിനെ കാണാൻ പറ്റിയതും. ആ സ്വാമിയോട് ഒന്ന് പറഞ്ഞപ്പോ ഒരു തകിട് മന്ത്രിച്ചു തന്നു. അത് നടുമുറ്റത്ത് കുഴിച്ചിട്ടാ അന്ന് അങ്ങേര് പോയി. ആര്, സ്വാമിയോ? അല്ല, എന്റെ കെട്ടിയവൻ. വിശ്വസിക്കാവോ? ചുട്ട കോഴിയെ തിന്നുന്ന ആളാ. ആഹാ. ആ നിങ്ങൾ പറഞ്ഞതുപോലല്ലോ പ്രശ്നത്തിൽ കാണുന്നത്. മകളും മരുമകനും വളരെ അടുത്താണല്ലോ. ഏയ്, അവൻ വേറെ വീട് വാടകയ്ക്കെടുത്താ താമസിക്കുന്നത്. അതെ, വാടകയ്ക്കാണെങ്കിലും അടുത്തടുത്താണെന്ന് ഞാൻ പറയുകയായിരുന്നു. നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് വേണ്ടത്? എന്റെ മരുമകനെ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കണം. നിങ്ങളുടെ മരുമകനെ? അതെ. മകളുടെ ഭർത്താവിനെ? അതെ. നിങ്ങളുടെ ശത്രുവിനെ? അതെ. പറഞ്ഞയക്കണം. അതെ. പ്രതിവിധി ഉണ്ടല്ലോ. ഒന്ന് ബാക്കിയാണല്ലോ. ആരൂഢം തകർന്നിരിക്കുകയാണ്. വീട്ടിലാണ് പ്രശ്നം. ഞാനൊരു തകിട് ആവാഹിച്ചു തരാം. അത് വീട്ടിൽ നടുമുറ്റത്ത് കുഴിച്ചിടണം. നോക്കട്ടെ, ഇഷ്ടപ്പെട്ട ഒരു പൂവിന്റെ പേര് പറയൂ. മുരിക്കി പുഷ്പം. മനുഷ്യന്മാര് പറയുന്ന പൂവിന്റെ പേര് പറയൂ. ചെമ്പരത്തി. അത് 2 എണ്ണം വേണ്ടി വരും. 10ൽ താഴെ ഒരക്കം പറയൂ. 9. 9 എന്ന് പറയുമ്പോ 6 3 9. 9 2 7. പ്രശ്നമാണല്ലോ. അല്ല സ്വാമി, 9 2 പോകാതിരുന്ന പോലെ. അപ്പൊ പ്രശ്നം ഉണ്ടാവുന്നില്ലല്ലോ. പ്രശ്നം ഉണ്ടാകണമല്ലോ. അയ്യോ, അതെന്തിനാ? നല്ല പ്രതിവിധി ഉണ്ടാവും. അവിടെ വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാനും മോളും അവളുടെ കൊച്ചും. പോരല്ലോ. പിന്നെ വേലക്കാരി ഉണ്ടോ? ആ വേലക്കാരി എങ്ങനെയുണ്ട്? തരക്കേടില്ല. അതല്ല ചോദിച്ചത്. ആ കൈ ഇതിന്റെ മുകളിൽ വെക്കൂ. സ്വാഹ. ഒരു 4ാം വേദക്കാരിയല്ലേ? അതെ സ്വാമി. അവൾ പുറത്തു വന്നാലേ പൂജ നടക്കും. അന്യമതക്കാർ അവിടെ പാടില്ല. അത് സാരമില്ല, ലീവ് കൊടുത്തയക്കാം. എന്നാ പൂജ നടക്കുവോ? തീർച്ചയായും നടക്കും. നിങ്ങളുടെ മകൾക്ക് ഇതിൽ താല്പര്യമുണ്ടോ? അതറിയില്ല. അത് സാരമില്ല, അവക്ക് നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പം മതിയല്ലോ. മതിയെങ്കിൽ ദക്ഷിണ വെച്ചോളൂ. എന്താ വെക്കേണ്ടത്? 2001 രൂപയും ആ കയ്യിൽ കിടക്കുന്ന മോതിരവും. അയ്യോ, മോതിരം എന്തിനാ? ശത്രുവിനെ ആവാഹിക്കാൻ. ഇതിലിട്ടോളൂ. വരുന്ന സെക്കൻഡ് സാറ്റർഡേ പൂജ നടക്കുന്നതായിരിക്കും. എന്റെ പോലീസ് ജീവിതത്തെ തകിടം മറിക്കുന്ന മഹാദേവന്റെ തലയ്ക്ക് വില പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. എത്ര ലക്ഷം രൂപ വേണമെങ്കിൽ ഞാൻ തരാം. ടൈഗർ വാസുവിന്റെ രോമത്തിൽ സ്പർശിക്കാൻ കരിമ്പുലി ആനണി ജീവിച്ചിരിക്കുമ്പോൾ അനുവദിക്കില്ല. ആദ്യം അവന്റെ കുടുംബം കത്തിച്ചാമ്പലാകണം. അവൻ എന്റെ കാലിൽ വന്ന് വീഴണം. ഇതിനു വേണ്ടി ടൈഗർ വാസുവിന് എന്ത് സെക്യൂരിറ്റി തരാൻ ഞാൻ തയ്യാറാ. എനിക്ക് ആവശ്യം അവന്റെ തലയാണ്. അവനെ ജീവനോടെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ജനശ്രദ്ധ സാവകാശം അവനിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്ക് രണ്ടുപേർക്കും ആപത്താണ്. തീവ്രവാദികളെ പിടിക്കും എന്നവൻ ശപഥം ചെയ്തിട്ടുണ്ടെങ്കിൽ തീവ്രവാദികളെ രക്ഷിക്കും എന്ന് ഞാൻ വാക്ക് തരുന്നു. 3ാമതൊരു സ്ഫോടനം ഉണ്ടാകരുതെന്ന് മിനിസ്റ്റർ പറഞ്ഞുകൊണ്ടാണ് അവനിന്ന് ജീവിച്ചിരിക്കുന്നത്. കൊലപാതകം എനിക്കൊരു ഭാരമേ അല്ല. ദേ, ഒരേ ഒരു ബോംബ്. ഇതുപോലെ ഡോക്ടർ ലക്ഷ്മിയുടെ വീടും. ആന്റണി, താനും ടൈഗർ വാസും ഒക്കെ പറയുന്നത് പോലെ മഹാദേവനെ കൊല്ലണമെന്ന് പറഞ്ഞാൽ തൂങ്ങുന്നത് ഞാനാ. ഒന്നാമതേ ആ ബോംബ് സ്ഫോടനത്തിന്റെയും മദ്യദുരന്തത്തിന്റെയും പേരിൽ മന്ത്രിസഭ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇരിക്കുക. സാർ എന്റെ അവസ്ഥ കൂടെ ഒന്ന് മനസ്സിലാക്കണം.
തൊപ്പി പോയി അവനിപ്പോ പ്രതികളെ 3-4 എണ്ണത്തെ പിടിച്ചു. ഈ തൊപ്പി വെച്ചോണ്ടിരിക്കണ ഞാൻ അവൻ പിടിച്ചേരുന്ന പ്രതികളെ GP കയറ്റിക്കൊണ്ട് പോകുന്ന വെറും സാധാ കോൺസ്റ്റബിൾ എന്ന നിലയ്ക്ക് തരം താഴെയാണ് ഞാൻ. ഇനി അവനെ തകർത്തില്ലെങ്കിൽ അവൻ ടൈഗർ വാസുവിനും പൊക്കും സാറിനും പൊക്കും. നിർത്തണോ, അറം പറ്റുന്ന വാക്കുകൾ പറയാതെ. താൻ ആ മഹാദേവനെ ഒതുക്കാൻ വേറെ വല്ല വഴി നോക്കും. പെർമിഷൻ തരൂ സാർ. നടു റോട്ടിലിട്ട് അവനെ കത്തിക്കാം. കത്തിച്ചവനുണ്ടാവില്ല, ചത്തവനുണ്ടാവില്ല. ഓ, പിന്നെയും തനിക്ക് കത്തിക്കണം പോയക്കണം എന്നല്ലാതെ വേറൊന്നും തന്റെ പോലീസ് ബുദ്ധിയിൽ വരുന്നില്ലേ? എന്നാ പിന്നെ സാറിന്റെ മന്ത്രിബുദ്ധിയിൽ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാ. പറയാം. ജീവനോട് തന്നെ മഹാദേവന്റെ വഴി അടക്കണം. എന്തെങ്കിലും ഡ്രഗ്സ് അവന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്ക്. ആ പേരിൽ അവനെ പിടിച്ച് അകത്താക്ക്. പിന്നെ അവൻ ലോകം അവസാനിച്ചാലും പുറത്തു വരില്ല. സർ, ഇത് കഞ്ചാവാണ്. ഇതാ മഹാദേവന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കട്ടെ. ആദ്യം അറസ്റ്റ് വാറണ്ട്. അവനെ നടു റോട്ടിലൂടെ വലിച്ചഴിച്ചതിന് ശേഷം മാത്രം മതി കഞ്ചാവ് അവന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ. ഈശ്വരാ, ഇനി 1 മണിക്കൂർ കൊണ്ട് മുസ്ലിം ആകണം. ഇന്ന് ഞാൻ പുറത്ത് പോയിട്ട് വരുമ്പോ ജമീലക്ക് ഈത്തപ്പഴം മേടിച്ചോണ്ട് വരും. നാരായണ, ചാച്ചി വിളിച്ചാ? ഈ ബാത്റൂം എല്ലാം ക്ലീൻ ചെയ്യാൻ അച്ഛൻ മറ്റൊരു വേലക്കാരിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, അപ്പൊ ചേച്ചിയുടെ മുറി കിടക്കാൻ ഒരാളായി. എന്തിനു പുതിയ ആളെ നോക്കുന്നേ? ജമീലയല്ലേ പറഞ്ഞത് ബാത്റൂം ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റില്ലെന്ന്. സാരമില്ല, ഞാൻ ക്ലീൻ ചെയ്തോളാം. ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ ചേച്ചി. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഡോക്ടറുടെ മുറി ഞാൻ കൂട്ടുകിടന്നോളാം. നാരായണ, വണ്ടിയെട്. മാറിക്കളഞ്ഞത്. അയ്യോ, പോകാം മോളെ. അച്ഛന്റെ നടുവേദന എങ്ങനെയുണ്ട്? നടുവിന് മാത്രമല്ല മോളെ, ദേഹമാസകലം വേദനയാ. കോട്ടയ്ക്ക് പോയി ഒന്ന് ചവിട്ടി തിരുമ്മിയാലേ നേരെ അകത്തുള്ളൂ. ഓ വാ. ആ ജമീലേ, അച്ഛന്റെ ഡ്രസ്സൊക്കെ അലക്കിയിട്ടേക്കണേ. ആ പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വന്നാ ഞാൻ അച്ഛനെ വിട്ടിട്ട് വരുമെന്ന് പറഞ്ഞേക്കണം. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമോ? ഹലോ ദാസപ്പന, എന്താടാ? വേണ്ട വേണ്ട, DSP സാറിനോട് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞേക്ക്. 10 മിനിറ്റിനും വീടെല്ലാം പൂട്ടി മോളെ കൊണ്ട് സ്കൂളിലാക്കി ഞാൻ അങ്ങോട്ട് വന്നേക്കാം. പോരെ? സിസിലി, ആ ബെഡ് നമ്പർ 40 രോഗിയെ മാറ്റിയേക്ക്. ശരി ഡോക്ടർ. ഇത് ബുള്ളറ്റ് കൊണ്ട് മുറിവാണല്ലോ. അല്ല ഡോക്ടർ, ബൈക്കിൽ നിന്ന് വീണതാ. നോ നോ, ദിസ് ഇസ് ബുള്ളറ്റ് വോണ്ട്. പോലീസിനെ ഇൻഫോം ചെയ്യാതെ ഇത് അറ്റൻഡ് ചെയ്യരുത്. ഞാൻ ബൈക്കിൽ നിന്ന് വീണ ഡോക്ടർ. വീണത് ശരിയായിരിക്കാം, പക്ഷേ ഈ പാട് ബുള്ളറ്റിന്റേതാണ്. ജോസ്, ഗോ ആൻഡ് കോൾ ദ പോലീസ്. ശരി ഡോക്ടർ. പോലീസിനൊന്നും വിളിക്കാൻ പറ്റില്ല. സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല, അങ്ങനെ ചെയ്യാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. ആരാ ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചെന്നറിയോ? ആരായാലും സാധ്യമല്ല. വിളിച്ചോണ്ട് പോണം മിസ്റ്റർ. ഡോക്ടർ, അവരിപ്പം കുഴപ്പക്കാരാ. അതുകൊണ്ടാ പോലീസിനെ വിളിക്കാൻ പറഞ്ഞത്.